മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ പ്രേം കെ സിവ और कुछ नहीं എന്ന ചാപ്റ്ററിലെ 4 മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് മിലാൻ കരീം എന്ന ചോദ്യമാണ്. മിലാൻ കരീം, ഇത് ഓർഡറായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ശരിയായ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് മറുഭാഗത്ത് തന്നിരിക്കുന്നത്. ഇതുപോലെ പഠിക്കുക. നിങ്ങൾക്ക് തെറ്റിച്ചാണ് എക്സാമിന് ചോദ്യം ചോദിക്കുന്നത്. തെറ്റിച്ചായിരിക്കും, ഓർഡറിലായിരിക്കില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർഡറായിട്ട് കദാർമേ ഗഡേ വ്യക്തിക്കോ എന്നതിന് നിങ്ങൾ സമാനമായിട്ട് അതിന് യോജിച്ച ആൻസറാണ് നിങ്ങൾ ആ ബോക്സിൽ എഴുതേണ്ടത്. ഇതിൽ യോജിച്ച ആൻസർ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കദാർമേ ഗഡേ വ്യക്തിക്കോ 20 രൂപയെ ചാഹിയെ. ലൈനിൽ നിന്നിരുന്ന വ്യക്തിക്ക് എന്താണ് ആവശ്യമായിരുന്നത്? 20 രൂപയെ ചാഹിയേതേ. 20 രൂപ ആവശ്യമായിരുന്നു, വേണമായിരുന്നു. ഫോട്ടോ കോപ്പി ലേനേക്ക പൈസ. ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ. ബഹൻ കെ പാസ് നഹീം ത. സഹോദരിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ബഹൻ കെ പാസ് നഹീം ത. സഹോദരിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് ശരിയായിട്ടുള്ള ആൻസർ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദരിയുടെ കയ്യിൽ അതിനാവശ്യമായ ഫോട്ടോ കോപ്പി എടുക്കാൻ ആവശ്യമായ പൈസ ഉണ്ടായിരുന്നില്ല. ബഹൻ കെ പാസ് നഹീം ത. ഇനി മൂന്നാമത്തെ നോക്കാം. ചായ് കെ ദുകാൻ വാലേനെ മുജ്സെ പൈസ ന മാംഗാ ഥ. ചായ് കെ ദുകാൻ വാലെ, ചായക്കടക്കാരൻ, മുജ്സെ എന്നോട്, പൈസ ന മാങ്കാത, പൈസ ആവശ്യപ്പെട്ടിരുന്നില്ല. ചായക്കടക്കാരൻ എന്നോട് പൈസ ആവശ്യപ്പെട്ടിരുന്നില്ല. മാങ്കന പറഞ്ഞാൽ ചോദിക്കുക, ആവശ്യപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് മാങ്കന. ന മാങ്കാത, ചോദിച്ചിരുന്നില്ല, എന്നോട് പൈസ ചോദിച്ചിരുന്നില്ല. ഞാൻ ചായ കുടിച്ചു, പക്ഷെ അതിനുള്ള പൈസ എന്നോട് ചോദിച്ചിരുന്നില്ല, എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നാലാമത്തെ നോക്കാം. അസ്പതാൽ കെ ഭീതർ ഓർ ബാഹർ കി ദുനിയ അലഗ് ദി. ഹോസ്പിറ്റലിന് അകത്തും പുറത്തുമുള്ള ദുനിയ ലോകം, അലഗ് ദി വ്യത്യസ്തമായിരുന്നു. ദുനിയ അലഗ് ദി ലോകം വ്യത്യസ്തമായിരുന്നു. അസ്പതാൽ കെ ഭീത്തർ ഹോസ്പിറ്റലിന് ഉള്ളിൽ, ബാഹർ പുറത്ത്, ഹോസ്പിറ്റലിന് അകത്തും പുറത്തുമുള്ള ദുനിയ ലോകം, അലഗ് ദി വ്യത്യസ്തമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മിലാൻ കരീം എന്ന് പറഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. മിലാൻ ചെയ്യാൻ വരുന്നതാണ്. നമുക്ക് പ്രേം കെ സിവ और कुछ नहीं എന്ന ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മിലാൻ കരീം എന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചായ് വാലെ और ലേഖിക കെ ബീച്ച് കി ബാത്ചീത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചായക്കടക്കാരനും ലേഖികയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്താലാപം നോക്കാം. ഇത് വളരെ സിമ്പിളായ രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അതിൽ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളതുണ്ട്. ഇത് കുറച്ചുകൂടെ എന്താണ് പറയുക, വിശദമായിട്ടുള്ള ഒരു വാർത്താലാപമാണ്. 2 വാർത്താലാപം നിങ്ങൾ നോക്കി പഠിക്കുക. നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എക്സാമിന് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലേഖിക ഭയ്യ ചോട്ടെ കപ്പുമേം ചായ് ദീജിയേഗ. എഴുത്തുകാരി ലേഖിക എന്താണ് ചോദിക്കുന്നത്? സഹോദര, ദയവായി എനിക്ക് ഒരു ചെറിയ കപ്പിൽ ചായ തരൂ എന്ന് പറയാണ് ആര്? ലേഖിക. ചായ് വാല ഹാജി സെറൂർ. അതെ, സെറൂർ പറഞ്ഞു, തീർച്ചയായും. ഹാജി സെറൂർ, തീർച്ചയായും. ഫീക്കിയ ശക്കർവാലി. പഞ്ചസാരയുള്ളതാണോ അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലാത്തതാണോ എന്ന് ചോദിക്കുകയാണ്. പഞ്ചസാരയുള്ളത് വേണോ അല്ലെങ്കിൽ പഞ്ചസാര ഇടാത്ത ചായയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതുക. അതായത് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എങ്കിൽ എഴുതുക. ഇല്ല എങ്കിൽ നിങ്ങൾ ഹാജി സെരൂർ, അതെ തീർച്ചയായും, തീർച്ചയായും തരാം എന്ന ഈ ഒരു സെന്റൻസ് മാത്രം എഴുതി വെക്കുക. ഓക്കെ. ലേഖിക ശക്കർവാലി
ചോട്ടേ കപ്പുമേം ദേന. ലേഖി എന്താ പറയുന്നത്? പഞ്ചസാര ഇട്ടതാണ് വേണ്ടത്, ഒരു ചെറിയ കപ്പിൽ മതി എന്ന് പറയുന്നു ആര്? ലേഖിക. ചായ് വാല ലീജിയേ ചായ് ഗരം ചായ്. അപ്പോൾ ചായക്കടക്കാരൻ എന്താ പറയുന്നത്? ലീജിയേ ഗരം ചായ്, ചൂടുള്ള ചായയാണ്. ഈ ചായ എടുക്കൂ, ലീജി എടുത്തോളൂ ചായ. എന്നിട്ട് ഇതെങ്ങനെയുള്ള ചായയാണെന്ന് പറയുന്നത്? ചൂട് ചായയാണ്. ലേഖിക ബയ്യ ചോട്ടേ കപ്പുമേം. അപ്പൊ ലേഖിക എന്താ പറയുന്നത്? സഹോദര ചോട്ടേ കപ്പുമേം, ചെറിയ കപ്പിൽ മതി. നേരത്തെ പറഞ്ഞതാണല്ലേ, ചെറിയ കപ്പിൽ മതിയെന്ന് ആണ്. ചോട്ടേ കപ്പുമേം. ചായ് വാല പീജിയനാപ്പ്. അപ്പൊ എന്താ പറയുന്നത്? നിങ്ങളത് കുടിക്കൂന്നേ എന്ന് പറയാണ്. ലേഖിക ശുക്രിയ, നന്ദി. ചായ് വാല കോയി അസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ. അപ്പൊ നിങ്ങൾക്ക് ഈ ശുക്രിയ വരെ, ലേഖിക ശുക്രിയ എന്നുണ്ടല്ലോ, ഇതുവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് എഴുതാം. ഓക്കെ, ഇത്രയും വരെ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുക. ബാക്കി ഭാഗവും കൂടെ നമുക്ക് നോക്കാം. ചായ് വാല പറയാണ് കോയി അസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. ചായക്കടക്കാരൻ എന്താ ചോദിക്കുന്നത്? ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലേഖിക മുജ്സേ, എന്നോടാണോ? ലേഖിക ചോദിക്കേണ്ടതാണ് എന്നോടാണ്. അവിടെ വേറെ ആളുകളുണ്ട്, അവരോടാണ് എന്നാണ് ലേഖിക ആദ്യം കരുതിയത് അല്ലേ. അപ്പൊ ലേഖിക ചോദിക്കുന്നു മുജ്സേ, എന്നോടാണോ? ചായ് വാല ആപ്സേ പൂച്ച് രഹാ ഹൂം. അതെ, നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്. ലേഖിക ജി, അതെ. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എന്ന് ചോദിച്ചല്ലോ, അതിന്റെ ആൻസർ ആയിട്ട് എന്താ പറയുന്നത്? ലേഖിക ജി, അതെ. ചായ് വാല मैम आपको हमेशा पढ़ता हूँ, बहुत अच्छा लगता है. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മേ ആപ്കോ ഹമേശാ പഠിത്താഹും, ഞാൻ തുടർച്ചയായിട്ട് ഞാൻ നിങ്ങളെ വായിക്കാറുണ്ട്. അതായത് ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എഴുത്തുകാരിയാണല്ലോ, അപ്പോൾ ലേഖികയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട് എന്ന് ചായക്കടക്കാരൻ പറയാണ്. ബഹുത്ത് അച്ഛാ ലഗ്താഹെ, വളരെ നല്ല ബുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ബുക്കാണ്. നിങ്ങളുടെ എഴുത്ത്, നിങ്ങളുടെ ലേഖനങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് എന്ന് പറയാൻ. ലേഖിക ശുക്രിയ ലോ ചായക്കെ പൈസേ. ലേഖിക പറയാണ് നന്ദി, ചായയുടെ പൈസ എടുത്തോളൂ. ലോ ചായക്കെ പൈസേ. ചായ് വാല പൈസ കിസ്നെ മാങ്ക. പൈസ ആര് ചോദിച്ചു? ചായയുടെ പണം വാങ്ങാൻ പറഞ്ഞപ്പോൾ പറയാണ് നിങ്ങളോട് പണം ആരാണ് ചോദിച്ചത് എന്ന് ചായ് വാല പറയാണ്. ലേഖിക ഏ ലോ ഭയ്യ പൈസേ. ലേഖിക പറയാണ് ഈ പൈസ എടുത്തോളൂ സഹോദര. ചോട്ടേ കപ്പ് മാങ്കിനെ പർ ആപ്പിനെ ബഡേ കപ്പ് മേം ദി. ചെറിയ കപ്പിൽ ചോദിച്ചപ്പോൾ, മാങ്കന പറഞ്ഞ ആവശ്യപ്പെടുക, ചോദിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ചോട്ടേ കപ്പ് മാങ്കിനെ പർ, ചെറിയ കപ്പിൽ ചോദിച്ചപ്പോൾ, ആപ്പിനെ താങ്കൾ, ബഡേ കപ്പ് മേം ദി, വലിയ കപ്പിൽ തന്നു. ഞാൻ ചെറിയ കപ്പിലാണ് ചോദിച്ചത്, പക്ഷെ താങ്കൾ എന്ത് ചെയ്തു? എനിക്ക് വലിയ കപ്പിലാണ് തന്നത്. അപ്പൊ ചായക്കെ പൈസ ബി ലേത്തെ നെഹിം. ഇനി ചായയുടെ പൈസയും വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചെറിയ കപ്പ് മതി എന്ന് പറഞ്ഞിട്ട് വലിയ കപ്പിൽ തന്നു. ഇനി എന്താണ്? ചായയുടെ പൈസ നൽകിയപ്പോൾ അതും വാങ്ങിക്കുന്നില്ല, ഇനി അതും വാങ്ങിക്കുന്നില്ലേ എന്ന് ലേഖ പറയാണ്. ചായ് വാല അബ് ആപ്പ് അസ്പത്താൽ ചായയെ പൈസേക്ക് ബാത്ത് ബാദ് മേ ദേഖേംഗെ. ചായ് വാല പറയാണ് അബ് ആപ്പ് അസ്പത്താൽ ജായിയേ. ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയാലും, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയാലും, പൈസയ്ക്ക് ബാത്ത് ബാദ് മേം ദേക്കേങ്കെ, പൈസയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, അതൊക്കെ പിന്നീട് നോക്കാം, പണത്തിൻ്റെ ഇടപാടൊക്കെ പിന്നെ ആവട്ടെ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ എന്ന് പറയാണ് ചായ് വാല. ലേഖിക ശുക്രിയ ഫിർമിലേം. അപ്പൊ ലേഖിക എന്താ പറയുന്നത്? ശുക്രിയ നന്ദി, ഫിർമിലേം വീണ്ടും കാണാം. ഫിർമിലേം പറഞ്ഞാൽ എന്താണ്? വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് ലേഖിക പോകുന്നു.
ഓക്കെ, അപ്പം അതാണ് നമ്മുടെ സംഭാഷണം. ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഇത്രയും കൂടിയൊരു സംഭാഷണമാകുമ്പോൾ ഏകദേശം ആ പാഠത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ എഴുതി കൊടുക്കുക. വാർത്താലാപ് ആൻസർ നിങ്ങൾ സിമ്പിളായ രീതിയിൽ തന്നെ ഇത് നോക്കി പഠിച്ചിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് പിക്ചർ തന്നിട്ട് അതിൻ്റെ സെൻറ്റൻസ് എഴുതാൻ വേണ്ടി പറയുമല്ലോ. ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ടാവും, കുറച്ച് പിക്ചർ ഉണ്ടാവും. ആ പിക്ചറിന് എന്ത് ചെയ്യും, സെൻറ്റൻസും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിന് ഉചിതമായ സെൻറ്റൻസ് എഴുതാൻ തന്നിട്ടുണ്ടായിരിക്കും. അത് ആ ചിത്രത്തിനനുസരിച്ച് ഓർഡറാക്കി എഴുതാൻ വേണ്ടി പറയാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള സെൻറ്റൻസുകൾ നോക്കാം. സടക്ക് പറഞ്ഞാൽ എന്താ, റോഡ്. സടക്ക് പാർ കർണ പറഞ്ഞാലോ റോഡ് ക്രോസ് ചെയ്യുക, റോഡ് മുറിച്ച് കടന്നിട്ട്. കർണേ കേലിയെ മുറിച്ച് കടക്കാൻ വേണ്ടി. ബൂട്ടേ ആത്മീക്ക്, ബൂഢേ ആത്മീ പറഞ്ഞാലാണ് വൃദ്ധനായ ഒരു മനുഷ്യൻ, വൃദ്ധനായ ആളിനെയാണ് എന്ത് പറയുക, ബൂഢേ എന്ന് പറയാം. മദത് സഹായം, മദത് കർണേവാല സഹായിക്കുന്ന. ലടുക്ക ആരാണ്, ആൺകുട്ടി. അപ്പം എന്താണ് ഇവിടെ, വൃദ്ധനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന ആൺകുട്ടി. അപ്പം നിങ്ങൾക്ക് തരുന്ന പിക്ചറിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു കുട്ടി ഒരു വൃദ്ധനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, അങ്ങനെ ഒരു പിക്ചർ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പം ആ പിക്ചറിൻ്റെ അതേ സെൻറ്റൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. സടക്ക് പാർ കർണ പറഞ്ഞാൽ എന്താണ്, റോഡ് ക്രോസ് ചെയ്യുക. സടക്ക് പാർ കർണേ കേലിയെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി. ബൂട്ടേ ആത്മീക്ക് വൃദ്ധനായ മനുഷ്യൻ, ഒരു വൃദ്ധനായ ആളെ. മദത് കർണ സഹായിക്കുക, മദത് കർണ സഹായിക്കുക. അപ്പോൾ സഹായിക്കുന്ന ചിത്രം കണ്ടാൽ നിങ്ങൾ ഈ സെൻറ്റൻസ് എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ജിലേബി ദേഖ്തേ രഹ്നെ വാലേ ഭൂഖേ ബച്ചേ കോ മിഠായി ഖിലാനെ വാല ആത്മി. ജിലേബി തന്നെ, നമ്മൾ ജിലേബി കഴിക്കാറുണ്ട് അല്ലേ. അപ്പം ജിലേബി ദേഖ്തേ രഹ്നെ വാല, ജിലേബി നോക്കിക്കൊണ്ടിരിക്കുന്ന. ജിലേബി കണ്ടപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കുട്ടി. ബൂക്കേ ബച്ചെ, എങ്ങനെയുള്ള കുട്ടിയാണ്, വിശന്ന കുട്ടി. ബൂക്കേ, നല്ല വിശപ്പുണ്ട് ആ കുട്ടിക്ക്, നല്ല വിശപ്പ് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. ബൂക്കേ ബച്ചെ, വിശക്കുന്ന ഒരു കുട്ടി. വിശക്കുന്ന ഒരു കുട്ടി എന്താ ചെയ്യണത്, ആ ജിലേബിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് മിഠായി ഗിലാനേ വാല ആത്മീ, മധുര പലഹാരം, അതായത് മിഠായി നൽകുന്ന ഒരാൾ. വിശന്നിരിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടി ജിലേബിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിനെ കിട്ടിയാൽ കഴിക്കാമെന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു സഹായം ചെയ്യാണ് ആ മനുഷ്യൻ, ആ വ്യക്തി എന്താ ചെയ്യുന്നത്, ആ കുട്ടിക്ക് മിഠായി വാങ്ങി നൽകുന്നു. മിഠായി ഗിലാന പറഞ്ഞാൽ തീറ്റിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ആ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മിഠായി നൽകുന്നു എന്നർത്ഥം. ഓക്കെ, ആ കുട്ടിക്ക് കഴിക്കാൻ ജിലേബി വാങ്ങി കൊടുക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ ഒരു പിക്ചർ ഉണ്ടായിരിക്കും. ആ പിക്ചറിൻ്റെ സെൻറ്റൻസ് ആണ് ഇവിടെ പറഞ്ഞത്. എന്താണോ എന്നോടെ പറയാം. ജിലേബിയിലേക്ക് നോക്കിയിരിക്കുകയാണ് വിശന്ന ഒരു കുട്ടി, വളരെയധികം വിശപ്പ് അനുഭവിക്കുന്ന ഒരു കുട്ടി ജിലേബിയിലേക്ക് അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജിലേബി വാങ്ങി നൽകുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു പിക്ചർ ഉണ്ടായിരിക്കും. അടുത്തത്, കടി ധൂപമേം കാം കർണേ വാലി ഔരത്ത് കോ ചാത്താ ദേനെ വാല ബച്ച. കടി ധൂപ്, ധൂപ് പറഞ്ഞ വെയിൽ. കടി ധൂപ് പറഞ്ഞാലോ കൊടും വെയിൽ, നല്ല കടുത്ത വെയിൽ. കൊടും വെയിലിൽ കാം കർണേവാലി, എന്താ കാം പറഞ്ഞാല് ജോലി അല്ലേ. കാം കർണേവാലി പറഞ്ഞാലോ ജോലി ചെയ്യുന്ന. ഔരത്ത് പറഞ്ഞ സ്ത്രീ. കൊടും വെയിലില് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, ഔരത്തുക്കോ ഒരു സ്ത്രീക്ക്, ചാത്താ ദേനെ വാല ബച്ച കുട നൽകുന്ന ഒരു കുട്ടി. കൊടും വെയിലിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് കുട നൽകുന്ന കുട്ടി. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഒരു ചിത്രം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? കടി ധൂപമേം കാം കർണേ വാലി ഔരത്തുകോ ചാത്ത ദേനേ വാലി ബച്ച. ചാത്ത പറഞ്ഞതാണ് കുട, ദേന പറഞ്ഞാൽ നൽകുക, കുട നൽകുന്ന കുട്ടി. ഇനി അടുത്തത് നോക്കാം. സടക്ക് ദുർഘടനാമേം ചോട്ട് ലഗേ ആത്മീക്കോ. സടക്ക് ദുർഘടന. എന്താ സടക്ക് ദുർഘടന? റോഡ് അപകടം അല്ലേ? ഒരുപാട് റോഡ് അപകടങ്ങൾ നമ്മൾ നിത്യവും കേൾക്കുന്നതാണ്. അതുപോലെയുള്ള ഒരു റോഡ് അപകടത്തിൽ ചോട്ട് ലഗേ, ചോട്ട് പറഞ്ഞ മുറിവ്, മുറിവ് പറ്റിയ ആത്മീക്കോ വ്യക്തിക്ക് ആംബുലൻസ് മേം, ആംബുലൻസിൽ अस्पताल ले जाने वाले लोग. റോഡ് അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ, റോഡ് അപകടത്തിൽ എന്ത് പറ്റിയിട്ടുണ്ട്? അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഒരാളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ, ലോഗ് പറഞ്ഞ ആളുകൾ, ജനങ്ങൾ. അപ്പം എന്താണ് ഇവിടെ ചെയ്യുന്നത്? റോഡ് അപകടത്തിൽ പരിക്കു പറ്റിയ ഒരു വ്യക്തിയെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പം അങ്ങനെയുള്ള ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെൻറ്റൻസ് എഴുതാം. ഇനി അടുത്തത്, നിങ്ങൾ എപ്പോഴും വായിച്ചിട്ട് മീനിങ് മനസ്സിലാക്കിയാണ് എഴുതേണ്ടത്. അതിനാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. നമ്മൾ ഓരോ സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഏതാണോ പിക്ചർ അതിൻ്റെ അടുത്തേക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നോക്കാം. പ്യാസെ ബൂഠേക്കോ പാനി ദേനെ വാലി ലടുക്കി. പ്യാസെ പറഞ്ഞാൽ എന്താണ്? ദാഹിക്കുന്ന. ബൂഠേ വൃദ്ധൻ, ദാഹിക്കുന്ന വൃദ്ധന് വേണ്ടി. പാനി ദേനെ വാലി ലടുക്കി, വെള്ളം നൽകുന്ന പെൺകുട്ടി. ദാഹിക്കുന്ന വൃദ്ധന് വെള്ളം നൽകുന്ന പെൺകുട്ടി. അങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഈ സെൻറ്റൻസ് ആണ്. ദാഹിക്കുന്ന വൃദ്ധന് എന്ത് ചെയ്യണം? ഒരു പെൺകുട്ടി വെള്ളം നൽകുന്നു. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ സെൻറ്റൻസ് ഉള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം, മീനിങ് ഒക്കെ മനസ്സിലാക്കണം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലേഖമാണ്. ലേഖനം. നിങ്ങൾക്കിതിൽ ഒരു ലേഖനം എഴുതാൻ വേണ്ടി ചോദിക്കും 4 മാർക്കിന്. നമ്മളിപ്പോൾ നോക്കിയതെല്ലാം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലേഖനമാണ്. അപ്പോൾ നമുക്ക് ലേഖനം നോക്കാം. ക്വസ്റ്റ്യൻ, ഹമേം ദൂസരോം സേ സ്നേഹിൽ വ്യവഹാർ കർനാ ഹെ. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന വിഷയത്തിൽ ലഘുലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഘുലേഖനം എഴുതിയത് നോക്കാം. സ്നേഹിൽ വ്യവഹാർ. സ്നേഹിൽ വ്യവഹാർ, സ്നേഹപൂർവമായ പെരുമാറ്റം, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. നമ്മളതിന് സൈഡ് ഹെഡിങ് കൊടുത്തതാണ് സ്നേഹിൽ വ്യവഹാർ. നോക്കാം. സ്നേഹ് കിസി വ്യക്തി യാ ജീവ് കെ പ്രതി പസന്ത് കി ഭാവന ഹെ. സ്നേഹ് കിസി വ്യക്തി യാ ജീവ് കെ പ്രതി, ഒരു വ്യക്തിയോടോ ജീവിയോടോ ഉള്ള ഇഷ്ടത്തിൻ്റെ ഒരു വികാരമാണ് വാത്സല്യം, സ്നേഹം എന്ന് പറയുന്നത്. വഹ് മൈത്രി യാ സദ്ഭാവന കെ ബി പരേ കി ഭാവന ഹെ. അത് മൈത്രി പറഞ്ഞാൽ സൗഹൃദം, സൗഹൃദത്തിനോ യാ സദ്ഭാവന സൽ സ്വഭാവത്തിനോ കെ ബി പരേ ബി ഭാവന, അതിനൊക്കെ എന്താണ്? സ്വഭാവത്തിനോ അപ്പുറമാണ്. വ്യക്തി കെ मन में किसी के प्रति स्नेह है तो उससे मात्र सद्व्यवहार करेगा. വ്യക്തി കെ मन में किसी के प्रति स्नेह है तो, ഒരാൾക്ക് ഒരാളോട് വാത്സല്യമുണ്ടെങ്കിൽ, ഒരാളുടെ മനസ്സിൽ മറ്റൊരാളോട് സ്നേഹം വാത്സല്യം ഉണ്ടെങ്കിൽ
അവർ അവരോട് നല്ല രീതിയിൽ മാത്രമേ പെരുമാറൂ. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹമാണ് ഉള്ളത് അല്ലെങ്കിൽ വാത്സല്യമാണ് ഉള്ളത് എങ്കിൽ വളരെയധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയായിരിക്കും ആ വ്യക്തിയോട് പെരുമാറുന്നത്. विषम परिस्थितियों में पड़े व्यक्ति से स्नेहपूर्ण व्यवहार करना ही इंसानियत है. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ഒരാളോട് വാത്സല്യത്തോടെ പെരുമാറുന്നത് മനുഷ്യത്വമാണ്. മനുഷ്യത്വമുള്ളവരാണ് എന്ത് ചെയ്യുക? അങ്ങനെ വാത്സല്യത്തോടു കൂടി പെരുമാറുക. പ്രയാസം അനുഭവിക്കുന്ന ഒരാളോട് വാത്സല്യത്തോടെ പെരുമാറുന്നവൻ മനുഷ്യത്വമുള്ളവനാണ് എന്നാണ് പറഞ്ഞത്. एक सामाजिक प्राणी होने के नाते ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ मनुष्य को अपने सहजीवों से हमेशा स्नेहिल व्यवहार करना है. മനുഷ്യർ എപ്പോഴും സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറണം. स्नेहिल व्यवहार से हम लालच, अविश्वास और हिंसा को मिटा सकते हैं. വാത്സല്യത്തിന് അത്യാഗ്രഹം, അവിശ്വാസം, അക്രമം എന്നിവ ഇല്ലാതാക്കാൻ കഴിയും. നമ്മൾ വാത്സല്യത്തോടെ പെരുമാറുകയാണ്, സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിൽ അത്യാഗ്രഹം ഇല്ലാതാക്കാൻ പറ്റും, അവിശ്വാസം ഇല്ലാതാക്കാൻ പറ്റും, അക്രമം ഇല്ലാതാക്കാൻ പറ്റും. लालच, अविश्वास और हिंसा को मिटा सकते हैं. मिटाना ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക, നശിപ്പിക്കാൻ പറ്റും. इससे दया, समानुभूति, विश्वास आदि अंकुरित होते हैं. അങ്ങനെ ഈ സ്നേഹപൂർണമായ പെരുമാറ്റത്തിലൂടെ ദയ, സഹാനുഭൂതി, വിശ്വാസം എന്നിവയ്ക്കും മറ്റും കാരണമാകുന്നു. അങ്കുരിതോത്ത, അതായത് ദയ, സഹാനുഭൂതി, വിശ്വാസം എന്നിവയാണ് അവിടെ അങ്കുരിതമാകുന്നത്. അങ്കുരിതമാകുക മുളയ്ക്കുക. ദയയും സഹാനുഭൂതിയും വിശ്വാസവും മുളയ്ക്കുന്നു, ജനിക്കുന്നു. പ്രേമ की वजह से ही यह धरती बची हुई है. സ്നേഹം മൂലമാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. യഹ് സബ്സേ താക്കത്വർ മൂല്യ ഹെ. അത് ഏറ്റവും ശക്തമായ, വളരെ ശക്തവത്തായതാണ്. യഹ് സബ്സേ താക്കത്വർ മൂല്യ ഹെ. സ്നേഹം എന്ന് പറയുന്നത് വളരെ ശക്തിവത്തായതാണ്, വളരെ മൂല്യമുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്നേഹിൽ വ്യവഹാർ എന്ന നമ്മുടെ ലേഖനം എഴുതാൻ പറഞ്ഞതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 4 മാർക്കിനാണ് നിങ്ങൾക്ക് ഇത് എഴുതേണ്ടതായിട്ട് വരുന്നത്. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ലഘ് എന്ന പ്രയോഗം കൂടെ നമുക്കൊന്ന് നോക്കാം. ലഘ് എന്ന പ്രയോഗം, ആത്മീ ഫോൺ ലഗാനേ ലഗാ, ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഗി. ലഘ് എന്നതിൻ്റെ അർത്ഥം തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്. തുടങ്ങി, നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. ദേഖ്നേ ലഗ, ചൽനേ ലഗ, ജാനേ ലഗ, രോനേ ലഗ. എന്താ രോന പറഞ്ഞാൽ കരയുക. രോനേ ലഗ, കരയാൻ തുടങ്ങി. അപ്പൊ ഈ തുടങ്ങി എന്നാണ് ലഘ് എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ലഘ് പറഞ്ഞാല് തുടങ്ങി. ഇവിടെ എന്താ പറഞ്ഞത്? ആത്മീ ഫോൺ ലഗാനേ ലഗ. ആ മനുഷ്യൻ ഫോൺ വിളിക്കാൻ തുടങ്ങി. ഫോൺ വിളിക്കാൻ തുടങ്ങി. ഇവിടെ ലഗ എന്നതിൻ്റെ തൊട്ടു മുമ്പ് എന്നെ, അതുപോലെ ഇവിടെ ലഗി, അതിനു മുമ്പേ എന്തുണ്ട്? നെ, അല്ലേ? ജാനേ, ലഘേ അതിനുണ്ട് നെ, ലഘീം എന്നതിനുണ്ട് ഗേൽ, നെ. കണ്ടോ? അപ്പൊ ക്രിയാധാതു ആണിത്. ലഗ പ്ലസ് നേ, ക്രിയാധാതുവിനോട് കൂടി നേ ചേർക്കുക. ലഗാനേ. ലേക്ക്, ജാനേ, ജാനേ, ജാന പോവുക. ജാ പ്ലസ് ജ എന്നതാണ്
ക്രിയാധാതു ആയിട്ട് വരുന്നത് ക്രിയാധാതു പ്ലസ് നേ, ജാ പ്ലസ് നേ, ജാനെ. ചില്ലാന, ചില്ലാന പറഞ്ഞാൽ നിലവിളിക്കുക. ആ ചില്ലാന എന്നതിൻ്റെ ക്രിയാധാതു ചില്ല. ന എന്നതാണ്ട് ഒഴിവാക്കിയാൽ കിട്ടുന്ന ബാക്കി ഭാഗമാണ് ക്രിയാധാതു. അപ്പം ചില്ലാന എന്നതിൻ്റെ ക്രിയാധാതു ചില്ല. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചേർത്തു? നേ അല്ലേ? അപ്പം ലഘു വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും നേ ചേർക്കുന്നത്, ക്രിയാധാതുവിൻ്റെ കൂടെ നേ ചേർക്കുന്നത്. ചില്ലാനേ ലഘേ, ഗേൽനേ ലഘി. ഇവിടെ ലഘി എന്നാണല്ലോ, അപ്പോൾ ഇവിടെ എന്താ ഗേൽനി എന്നാവാഞ്ഞത്? അങ്ങനെയല്ല അതിൻ്റെ രീതി. എങ്ങനെയാണ്? ഗേൽ നേ, നേ. ഇവിടെ എല്ലാത്തിനും ലഘിൻ്റെ തൊട്ട് മുമ്പ് നേ എന്ന് വരും. കണ്ടോ? ലഗാനേ ലഗ, ജാനേ ലഘി, ചില്ലാനേ ലഘേ, ഗേൽനേ ലഘി. പിന്നെ ഈ സ്ത്രീലിംഗവും പുല്ലിംഗവും ഏകവചനം ബഹുവചനം ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ മാറുന്നു? എങ്ങനെയാണ് ഇവിടെ ബഹുവചനത്തിൽ വന്നത്? എങ്ങനെയാണ്? ഇവിടെ ലഡിക്കിയാം എന്നാണ്, അതുകൊണ്ടാണ് ഇത് ലഘീം എന്ന് വന്നത്. ലഡിക്കിയാം, ലഡിക്കിയാം പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടികൾ. പെൺകുട്ടികൾ ഒരാളാണോ ഉള്ളത്? അല്ല, പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആളുകൾ ഉണ്ട്, ഒന്നിലധികം ആളുകളുണ്ട്. അതിനെയാണ് ലഡിക്കിയാം, ബഹുവചനാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ലഘീം എന്ന് വന്നത്, ലഘീം. ഇനി ലോക് ചില്ലാനേ ലഘേ, ഇവിടെയും ബഹുവചനമാണ്. ലോക് പറഞ്ഞ ജനങ്ങളാണ്. ജനങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ലോക് ചില്ലാനേ ലഘേ, ജനങ്ങൾ കൂവി വിളിക്കാൻ തുടങ്ങി, ആർത്ത് വിളിക്കാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ചില്ലാന പറഞ്ഞാൽ ലോക് ചില്ലാനേ ലഘി, ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഘി, ഇവിടെ ബഹനാണ് അല്ലേ, സഹോദരിയാണ്. സഹോദരി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സഹോദരി മാർ എന്ന് പറഞ്ഞിട്ടില്ല, സഹോദരി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എത്ര പേരുണ്ട്? സഹോദരി ഒരാളാണ് അല്ലേ, ഒരാളാണ് സഹോദരി. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ലഘി, ഈ ചിഹ്നം വന്നു. സ്ത്രീലിംഗാണല്ലോ ബഹൻ, അപ്പം ഇവിടെ എന്താ വന്നത്? ലഘി, ലഘി. ഇവിടെ ബഹുവചനായപ്പോൾ ലഘീം, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, മുകളിലൊരു ഡോട്ട് ഉണ്ട്. ലഘീം ബഹുവചനാവുമ്പോൾ. ഏകവചനാണെങ്കിൽ ലഘി. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഘി, സഹോദരി റിപ്പോർട്ട് എടുത്ത് പോവാൻ തുടങ്ങി, സഹോദരി റിപ്പോർട്ടുമായി പോവാൻ തുടങ്ങി. ആത്മീ ഫോൺ ലഗാനേ ലഗ, നമ്മൾ മലയാളം അതിൻ്റെ പറഞ്ഞതാണ്. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഘി, ലോക് ചില്ലാനേ ലഘേ, ലഡിക്കിയാങ്കേലിനെ ലഘി. കണ്ടോ? അപ്പം ഇത് പുല്ലിംഗം ഏകവചനം ലഗാ, ഇത് സ്ത്രീലിംഗം ഏകവചനം ലഘി, സ്ത്രീലിംഗം ഏകവചനം ലഘി. ഇത് പുല്ലിംഗം ബഹുവചനം ലഘേ, പുല്ലിംഗം ബഹുവചനം ലഘേ. ഇത് സ്ത്രീലിംഗം ബഹുവചനം ലഘീം, സ്ത്രീലിംഗം ബഹുവചനാണ് ലഘീം. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.